ഈ വർഷം എ പ്ലസുകളുടെ എണ്ണം പകുതിയാവുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എഗ്രി എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഡിസഗ്രി ആണ് ഡിസഗ്രി എന്ന് പറയും. ഇനി റിയാലിറ്റി എന്ന് വെച്ചാൽ പകുതിയാവുന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഈ വർഷം എ പ്ലസുകളുടെ എണ്ണം കുറയും. ഇതിന് വളരെ സോളിഡ് ആയിട്ട് റീസൺസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എ പ്ലസുകളുടെ എണ്ണം ജനറലി കുറയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എ പ്ലസ് കിട്ടിയാൽ പോരെ. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ആദ്യം ഈ എ പ്ലസ് കുറയുമെന്ന് ഞാൻ പറയാൻ കാരണം വെറുതെ അടിച്ചു വിടുന്നതാണോ? ഇല്ല. ഈ വർഷം നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ ഹിന്റുകൾ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ ക്ലാസ്സുകൾക്കും SSLC 9, 8 എല്ലാവർക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അതിൽ നിങ്ങൾക്ക് തന്നെ വേണേൽ പറയാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ടഫായി തോന്നിയത്. പല പരീക്ഷകളും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? പാറ്റേണിൽ ചേഞ്ച് വന്നാണോ, ക്വസ്റ്റ്യൻസിന് ഡിഫിക്കൽട്ടി ആണോ, അല്ലെ മറ്റെന്തെങ്കിലും റീസൺ ആണോ? അതും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. കുട്ടികളുടെ ആക്ച്വൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല കാരണങ്ങളാണ്, ഒരൊറ്റ കാരണം മാത്രമല്ല. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്തൊക്കെയാണെന്ന് വെറുതെ മനസ്സിലാക്കി പോവില്ല. അത് ഇനി ക്രിസ്മസ് എക്സാമിലും അതുവഴി പബ്ലിക് എക്സാമിലും അത് വീണ്ടും അത് ആവർത്തിക്കുമ്പോഴും നമുക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷനിൽ വീണ്ടും തന്നെയായിരിക്കും സ്ഥിതി. അപ്പോൾ ആ സൊല്യൂഷൻ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രശ്നം ഡിഫിക്കൽട്ടി ആയിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള വർഷങ്ങളിൽ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടിയിട്ട് വെറുതെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയല്ല. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ 30% ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാവർക്കും അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50% മീഡിയം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി പഠിച്ച് ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ 80% മാർക്ക് ഡീസെന്റ് ആയിട്ട് പഠിച്ച്, അതായത് നിങ്ങൾ ബാച്ചിലെ പോലത്തെ ലൈവും പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ 20% ഇനി അങ്ങോട്ട് ഡിഫിക്കൽട്ട്, അഥവാ ക്ലിയർലി ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ വെറുതെ ബൈ ഹാർഡ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതേപടി പഠിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ അതിനെ കൃത്യമായി മനസ്സിലാക്കണം. കോൺസെപ്റ്റാണ് കൃത്യമായി മനസ്സിലാക്കണം. മാത്സ് പോലത്തെ സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾ കുറേ ധാരാളം ചോദ്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഇനി പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഓണപ്പരീക്ഷയുടെ പേപ്പറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? കുറേ ചോദ്യങ്ങൾ ഈസി ആയിരുന്നു സാധാരണ പോലെ തന്നെ. പക്ഷേ ചില ചോദ്യങ്ങൾ നിങ്ങളെ കുഴപ്പിച്ചു. ആ ചില ചോദ്യങ്ങൾ ഈ 20% ഇവിടെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിലും ഈ പ്രശ്നം വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണോ? നിങ്ങളിത് പ്രിപ്പയർ ചെയ്തതിന് വേണ്ടിയിട്ട്, അതായത് മനസ്സിലാക്കുക, ഞാൻ തട്ടിക്കൂടി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും A+ കിട്ടാൻ പോകുന്നില്ല. കാരണം തട്ടിക്കൂടി പഠിച്ചാൽ മാക്സിമം ഇത്രയും കിട്ടും, മാക്സിമം അത്രയും കിട്ടും, 80%. അതിന് മുകളിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കേണ്ട സബ്ജക്ട്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യണം? കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി പ്രോബ്ലംസ് കൂടുതൽ ചെയ്യേണ്ട സബ്ജക്ട്സ് ഫിസിക്സും അതുപോലെ മാത്സിലൊക്കെ പ്രോബ്ലംസ് ഞാൻ കൂടുതൽ ചെയ്യുക തന്നെ വേണം. അതിന് വേറൊരു സൊല്യൂഷനും ഇല്ല. അതല്ലാതെ അത് മനസ്സിലാക്കുകയാണ് ഫസ്റ്റ് സൊല്യൂഷൻ. കാരണം ഇനിയുള്ള പരീക്ഷകൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഇത് പല കുട്ടികളും കണ്ട് ശീലിക്കാത്ത കാര്യമാണ്. കാരണം എൻട്രൻസ് എക്സാമിനൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് MCQ. ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷനോ 5 ഓപ്ഷനോ തരും. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ടിക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ SSLCയിലെ ഫിസിക്സിലെ പേപ്പറൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഓപ്ഷൻ A എന്ന് പറഞ്ഞാൽ 1 only എന്നാണ്, ഓപ്ഷൻ B എന്ന് പറഞ്ഞാൽ 1 and 3 എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ടിക്ക് അടിച്ചാൽ മാത്രം പോരാ, എല്ലാം വായിച്ചു നോക്കണം. ഇതിൽ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണോ? കാരണം ഇതിൽ 2 വേണേൽ കറക്റ്റ് ആവും, 3 വേണേൽ കറക്റ്റ് ആവും. അപ്പോൾ ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? MCQ ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ 2 MCQ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ കോൺസെപ്റ്റുകൾ, ഓരോ കാര്യം കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഓരോ ഓപ്ഷനും കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരും. അപ്പോൾ കോൺസെപ്റ്റാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് റീസൺ. അപ്പോൾ ഇതും നിങ്ങൾ കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ നേരത്തെ തന്നെ നമുക്കൊരു മോഡൽ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പലരും അത് ശ്രദ്ധിച്ചില്ല. നമ്മളും നമ്മുടെ എക്സാമിനർ ചാനലിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ അതും പലരും കണ്ടിട്ടില്ല. പക്ഷെ ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ റീസൺ തരും. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, അതിന്റെ റീസൺ കറക്റ്റ് ആണോ, ഏതാണ് തെറ്റ്, റീസൺ കറക്റ്റ് ആവുമ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷയിൽ ഇനി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കുറച്ച് ചെയ്യണം. പക്ഷെ അവിടെയും കൂടുതലും ഇമ്പോർട്ടൻ്റ് എന്താണ്? കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കാരണം ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു, പക്ഷെ ഇതിന്റെ കോൺസെപ്റ്റ് എന്താ, സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും അതിന്റെ റീസൺ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഡെഫിനേഷൻസ് ബൈ ഹാർട്ട് പഠിക്കുക, ചോദ്യങ്ങളുടെ ഉത്തരം ബൈ ഹാർട്ട് പഠിക്കുക. ഇനി അത് ചെയ്യാൻ പോകുന്നവർക്ക് മക്കളെ നിങ്ങളുടെ കാര്യം പോക്കാണ്. പക്ഷേ നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പഠനത്തിൽ മാറ്റം വരുത്തി പഠിക്കാൻ പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ഇനി ആ മാറ്റം നിങ്ങൾ മാത്രം വരുത്തേണ്ടതല്ല,
ടീച്ചേഴ്സും വരുത്തേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ആരാണെങ്കിലും വിഷയമുള്ള കാര്യമില്ല, പക്ഷെ അവർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. എന്താ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ കാര്യം ഫോർ എക്സാമ്പിൾ ഞാൻ വല്ല മിറേഴ്സോ ലെൻസോ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് ഇവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അത്രയും ഞാൻ പറയുന്നുള്ളെങ്കിൽ അത് കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ് അല്ല. എന്തുകൊണ്ടാണ് നെഗറ്റീവ്? എപ്പോഴും ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ് നെഗറ്റീവ് ആയിരിക്കുമോ, അല്ലെങ്കിൽ വേറെ രീതിയിൽ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും? അതിന്റെ റീസൺസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അല്ലാതെ ഇതിങ്ങനെയാണ് അത്രേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പ്രശ്നമാണ്. ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഡെഫിനേഷനൊക്കെ ഇങ്ങനെയുള്ള അതാണ് ഡെഫിനേഷൻ എന്ന് പറയുന്നുണ്ട്, മനസ്സിലായി. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ടീച്ചേഴ്സ് മനസ്സിലാക്കണം. അതേസമയം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് അങ്ങനെയാണ് പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ നോക്കണം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പെരിമെന്റ്സ് അതേപടി എടുത്തിട്ട് അതേപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രശ്നമായിരിക്കും. ഇത് നമ്മൾ പണ്ടേ പറയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നതാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഡെഫിനേഷൻ ഒന്നുമല്ല, ഏതോ ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ എക്സ്പെരിമെന്റ്സും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലൊക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊരു സാധനം പഠിച്ചു, ഒരു കോൺസെപ്റ്റ് പഠിച്ചു, അതിൻ്റെ വേറെ രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ ടീച്ചേഴ്സ് പഠിപ്പിക്കാത്ത രീതിയിലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. SSLCയിലെ എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നത്, പക്ഷേ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സബ്ജക്ട്സിലും ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യുക? വീണ്ടും കോൺസെപ്റ്റ് മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആണത്, മനസ്സിലായി. കാരണം കോൺസെപ്റ്റ് മനസ്സിലാക്കി കുട്ടിക്ക് അത് എവിടെ വേണേൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പക്ഷേ ഇമ്പോർട്ടൻറ്റ് കൂടുതൽ എന്താണ് ആ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക. കാരണം വൺസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ അല്ല, ഇതുപോലത്തെ ഏത് 100 കണക്കിന് ക്വസ്റ്റൻ ആ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവിടെയും ഇമ്പോർട്ടൻ്റ് എന്നാണ് കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വർഷത്തെ ഓണപരീക്ഷയിൽ നമ്മൾക്ക് കാണാൻ സാധിച്ച ഡിഫറൻസുകൾ. ആ ഡിഫറൻസുകളാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ ബുദ്ധിമുട്ടാക്കിയത്. മനസ്സിലാക്കേണ്ടത് ഈ ഡിഫറൻസുകൾ ഇനി അങ്ങോട്ടും ഉണ്ടാവും. ക്രിസ്മസ് എക്സാമിലും പബ്ലിക് എക്സാമിലും മാത്രമല്ല, നിങ്ങൾ 8ലാണ് പഠിക്കുന്നതെങ്കിൽ 9ലും ഉണ്ടാവും, 9ലാണ് പഠിക്കുന്നത് 10ലുണ്ടാവും, 10ലാണ് പഠിക്കുന്നത് 11ലുണ്ടാവും. അപ്പോൾ ഇതൊരു നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിൽ കാണാൻ പോകുന്ന പെർമനന്റ് വ്യത്യാസങ്ങളാണ്. ഇനി ഇത് ബാക്കോട്ട് പോകാൻ പോകുന്നില്ല, ഇത് ഇനി മുന്നോട്ടേ പോകാൻ പോകുന്നുള്ളൂ. ഇനി ടഫ് ആവണം തന്നെ, കൂടുതൽ ടഫ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ ആവാതിരിക്കട്ടെ, പക്ഷെ അങ്ങനത്തെ ചാൻസേ ഉള്ളൂ. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാണ്ട് കഴിഞ്ഞ വർഷം ഞാനതൊക്കെ പബ്ലിക് എക്സാമൊക്കെ ഈസി ആയിട്ട് ഇതാക്കി, ഓണം എക്സാം ഈസി ആക്കി, അതിനി വർക്കാവില്ല, കളി മാറി. ഓക്കെ, ഇനി ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും നിങ്ങൾക്ക് ഇനി A+ കിട്ടില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോവോ ഒന്നുമല്ല. നിങ്ങൾ പഠിക്കുന്ന രീതി നിങ്ങൾ മാറ്റണം. അത് നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ മാർക്കിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ A+കളുടെ എണ്ണം കൂടുകയുള്ളൂ. അങ്ങനെ കൂടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളും കൂടെ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.